അന്ന് ഒരു തോർത്തുകൊണ്ട് കൊടുത്ത് ഒരു തോർത്തുകൊണ്ട് തലയെക്കെട്ടും കെട്ടി ഞാൻ ആ റബ്ബർ തോട്ടത്തിന്റെ സൈഡിലിരുന്ന് കൂടെ പഠിക്കുന്നവരെല്ലാം പോകുന്ന കാണുമ്പോൾ ഏങ്ങലടിച്ച് വിതുമ്പി കരഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനകൾക്കും ദൈവം. എനിക്ക് മൂവാറ്റുപുഴയിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് ജോലി കിട്ടി. തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർ ഊണ് കഴിച്ച പാത്രം കഴിവെക്കുക. എനിക്ക് സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു ജോലി കിട്ടിയപ്പോൾ. ഒരു പക്ഷേ എന്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കണം അന്ന് എന്റെ യജമാൻ എന്നെ വെപ്പ് വല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. ഞാനതെല്ലാം കാണുമ്പോൾ ഓർക്കും, എങ്ങനെയെങ്കിലും ഒരു ഡെന്റൽ ലാബ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം, ഒരു സ്വപ്നം. എന്നാൽ ഒരു ഡെന്റൽ ലാബ് അന്ന് തുടങ്ങണമെങ്കിൽ മിനിമം 20 ലക്ഷം രൂപ വേണം. ചിന്തിക്കാൻ പോലും പറ്റും. ഒരു വർഷം മുഴുവൻ പണിയെടുത്താൽ 3000 രൂപ കിട്ടുള്ളൂ. എന്ത് ചെയ്യാനാ? പക്ഷെ മനസ്സിലാ സ്വപ്നം. ഞാൻ 5.25 വർഷം രാപകലില്ലാതെ അധ്വാനിച്ചു. അങ്ങനെ ഏതാണ്ട് 4.25 ലക്ഷം രൂപയോളം സമ്പാദിച്ചു. 88-ൽ ഞാനും എന്റെ 2 സഹോദരങ്ങളുടെ കൂടെ 6 ജോലിക്കാർ വെച്ച് 290 സ്ക്വയർ ഫീറ്റിൽ ഡെൻകെയർ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആവശ്യക്കാരനാണെങ്കിൽ എന്തും സാധിപ്പിക്കാൻ കഴിയും. അടങ്ങാനാവാത്ത ആഗ്രഹം, എനിക്ക് നേടിയെടുത്തേ പറ്റൂ എന്നുള്ള ചിന്ത, അതിന് അർപ്പണബോധം വേണം, അച്ചടക്കം വേണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.